കൊല്ലം അഞ്ചലിലേക്ക് നമ്മൾ പോകുന്നു. ഇവിടെ പട്ടാപ്പകൽ വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നുകളഞ്ഞ അധ്യാപകൻ പിടിയിലായി. അഞ്ചൽ സ്വദേശി ഓമനയുടെ 2.25 പവന്റെ മാലയാണ് പ്രതി കവർന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. കാസർഗോഡ് നിന്ന് ട്രെയിനിൽ വന്നിറങ്ങിയ പ്രതിയെ കൊല്ലത്ത് നിന്നാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. AV ജയശങ്കർ നമുക്കൊപ്പം ചേരുകയാണ്. ജയശങ്കർ, ഒരു ചെറുപ്പക്കാരനായ ഒരു അധ്യാപകൻ മോഷണക്കേസിന് പിടിയിലാവുകയാണ്. വലിയ നാണക്കേടാണ്. അതായത് ട്യൂട്ടോറിയൽ കോളേജ് നടത്തുകയും അവിടെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു അധ്യാപകനാണ് ഇപ്പോൾ എന്തായാലും സ്വർണ്ണ മാല മോഷ്ടിച്ച കേസിൽ പിടിയിലാവുന്നത്. അഞ്ചൽ ടൗണിൽ പട്ടാപ്പകൽ സമയത്താണ് ഓമന എന്ന് പറയുന്ന ഒരു പാവം ചേച്ചിയുടെ സ്വർണ്ണമാല ഈ പ്രതി മോഷ്ടിക്കുന്നത്. ഏകദേശം 2.25 പവന്റെ മാലയാണ് പട്ടാപ്പകൽ മോഷ്ടിച്ച ഈ പ്രതി കടന്നു കളയുന്നത്. പിന്നീട് പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള കൃത്യമായ അന്വേഷണം നടത്തി. CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. അങ്ങനെയാണ് എന്തായാലും കാസർഗോഡ് പോയി മടങ്ങി വരുന്ന വഴിക്ക് കൊല്ലത്തേക്കുള്ള ട്രെയിനിൽ കയറിയ പ്രതിയെ എന്തായാലും പോലീസ് പിടികൂടുന്നത്. ഇയാൾ ഈ മാലയുടെ ഒരു ഭാഗം കൊല്ലത്ത് തന്നെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയത്തിന് വെക്കുകയും മറ്റൊരു ഭാഗം കാസർഗോഡ് കൊണ്ടുപോയി വിൽപ്പന നടത്തുകയും ചെയ്തുവെന്നാണ് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ എന്തായാലും സമ്മതിച്ചിരിക്കുന്നത്. ഹരീഷ് കുമാർ എന്നാണ് ഈ 31 വയസ്സുകാരനായ മോഷ്ടാവിന്റെ പേര്. ഈ പ്രദേശത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തുകയും അവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരത്തിൽ പട്ടാപ്പകൽ നഗരത്തിൽ മോഷണം നടത്തി CCTV ക്യാമറകൾക്കിടയിലൂടെ നഗരത്തിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ടു. എന്തായാലും പ്രതി പോലീസ് പിടിയിലായിട്ടുണ്ട്. നടപടികൾ പൂർത്തിയാക്കി ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി ജയശങ്കർ.